സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഗോസിപ്പ് പോലും വന്നില്ല. അന്ന് ഗോസിപ്പ് വരുന്നുണ്ടോ എന്ന് സിനിമാ മാസികളെടുത്ത് നോക്കുമായിരുന്നു. അവർ പോലും മൈൻഡ് ചെയ്തില്ല. ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഉള്ളതും ഇല്ലാത്തതും എല്ലാം കേട്ട് അങ്ങ് മരവിച്ചു പോയി കേട്ടോ. എനിക്ക് വില്ലൻ വേഷം അഭിനയിക്കാനാണ് നല്ലത്. കാരണം എന്താ പറയുക, ഒരു നാട് സിനിമയിൽ നായകൻ കഴിഞ്ഞാൽ ഏറ്റവും പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്ന വില്ലന് തന്നെയാണ്, നായികയ്ക്കല്ല. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. ആ ബസ് സ്റ്റേഷൻ ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, ഇതൊരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. അത് നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത്. കാരണം എറണാകുളത്തെ MP എന്നുള്ള നിലയിൽ ഈ ബസ് സ്റ്റേഷൻ ഭയങ്കര നാശമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. സൗജന്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബ സ്വത്തല്ലല്ലോ, അങ്ങനെ കയറി സൗജന്യം പ്രഖ്യാപിക്കാൻ. ഇത് പൊതു മുതലല്ലേ, ഇത് ഓരോ നികുതിദായകന്റെയും പൈസയല്ലേ. അതിൽ ഗണേഷ് കുമാർ ഒരു സൗജന്യം പ്രഖ്യാപിച്ചാൽ അത് ശരിയല്ല. കാരണം ഓരോരുത്തരും വരുമ്പോഴേ അറിയാൻ കത്തുള്ളൂ. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല ആരെയും കുറിച്ച്. അത് അവര് നിൽക്കുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവർ വന്നതിന് ശേഷം അവരെ കഴിവ് തെളിയിക്കട്ടെ എന്നാണ്. ചിലപ്പോൾ വാർത്തകളിൽ നിറയുന്നത് കണ്ടക്ടർ ഇല്ലാത്ത ബിസിനസ് ക്ലാസ് ബസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? ബിസിനസ് ക്ലാസ് ബസ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. നമുക്കൊരു ബസ് ഹോസ്റ്റസ് കാണും. അപ്പോൾ ഭക്ഷണമൊക്കെ സെർവ് ചെയ്യാനും കാര്യങ്ങളും അവരെ യാത്രക്കാരുടെ എല്ലാ സഹായങ്ങൾക്കുമായിട്ട് നിൽക്കുന്ന ഒരു എയർ ഹോസ്റ്റസ് പോലൊരു സംവിധാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് ഓൾറെഡി മിക്കവാറും ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയിരിക്കും. നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഫുഡെല്ലാം ഉണ്ട്. അതിനകത്ത് മറ്റേ ഫുഡ് ഐറ്റം ഉണ്ട്, മിൽമയുടെ പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിനകത്തുണ്ടാവും. പലതരം ഫുഡുണ്ട്. അതിൻ്റെ മെനു നമ്മൾ കൊടുക്കും. ആ മെനു ബുക്കിംഗ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതനുസരിച്ച് മെനു അനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് പൈസ കൊടുത്ത് ഓർഡർ ചെയ്തിട്ട് കയറാം. കയറി കഴിഞ്ഞതിന് ശേഷവും വേണമെങ്കിൽ അതിൽ വാങ്ങിക്കാൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ചായയും കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാനുള്ള പാൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം കിട്ടും. പിന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഫ്രഷ് ജ്യൂസ് ഒന്നും കൊടുക്കാനൊക്കെ അതില്ല. ചായ കാപ്പിയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സമയം ടോയ്ലറ്റ് ഉണ്ട് അതിനകത്തൊരു പാൻട്രി ഉണ്ട്. നല്ല ഹൈ ക്ലാസ് ബസ്സാണ് വാങ്ങുന്നത്. ഒരു 1,96,00,000 രൂപയിലുള്ള ഓളോ ബസ്സാണ് വരുന്നത്. 2 ബസ് വരുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകും, മറ്റൊന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ റോഡൊന്ന് പണിത് കഴിഞ്ഞാൽ തൃശ്ശൂർ വരെ പോകാൻ പറ്റും. കാരണം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്താൻ പറ്റും. ഈ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ടാണ്. ഹൈവേ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ വേഗം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും. വൈകിട്ട് 5 മണിക്ക് ശേഷം വന്ദേ ഭാരത് ഇല്ല. അപ്പൊ അവിടെയൊക്കെ പോകുന്ന പല ഡോക്ടർമാരും ഒക്കെ സർജറിക്ക് വേണ്ടിയൊക്കെ എറണാകുളത്തേക്ക് പോകും. അപ്പൊ അവർക്ക് വൈകിട്ട് തിരിച്ചു വരാൻ ഇതിൽ കയറിയാൽ ഒരു 8-9 മണി 9:30 ആകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത്. അപ്പൊ അങ്ങനെ രാവിലെ പോയി ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസുകൾ നടത്താൻ വേണ്ടി അഡ്വക്കേറ്റ്സ് പലരും തിരുവനന്തപുരത്ത് പോകുന്നു. അപ്പോൾ അവർക്ക് ഒരു 10-10:30 കൂടി 11 മണി കോടതി ഉറക്കുന്നതിന് മുമ്പേ അവർക്ക് അവിടെ ചെല്ലാം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന റേറ്റൊക്കെ വളരെ മാന്യമായ റേറ്റ് ആയിരിക്കും. അങ്ങനെ കൊള്ളയടിക്കുന്ന റേറ്റ് ഒന്നും വാങ്ങിക്കും. ഹൈബിയുടെ പൊതുവേദിയിൽ വെച്ച് ഒരു പ്രശംസ നടത്തിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ ചെയ്യുന്ന മന്ത്രി എന്നാണ് പറഞ്ഞത്. ഒരു പ്രതിപക്ഷത്ത് നിന്നാണ് അങ്ങനെ ഒരു കമന്റ്സ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സത്യം പ്രതിപക്ഷമായാലും ഭരണപക്ഷത്തായാലും പറയണമല്ലോ. അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഹൃദയം തുറന്ന ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരൻ സത്യം പറയണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. ആ ബസ് സ്റ്റേഷൻ ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, ഇതൊരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. അത് നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത്. കാരണം എറണാകുളത്തെ MP എന്നുള്ള നിലയിൽ ഈ ബസ് സ്റ്റേഷൻ ഭയങ്കര നാശമായിരുന്നു. അത് അപമാനമായിരുന്നു ആ നാടിന്. MLA-മാർക്കും MP-മാർക്കും ഒക്കെ അപമാനമായിരുന്നു, കൗൺസിലർമാർക്ക്. അത് മാറ്റി കൊടുത്തതിൻ്റെ ഒരു സന്തോഷത്തിൽ പറഞ്ഞ, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പറഞ്ഞതല്ല. അദ്ദേഹം ഒരു കോംപ്ലിമെന്റ്, ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തതിന്റെ സന്തോഷത്തിൽ പറഞ്ഞു എന്നുള്ളത്. പൊതുവേദിയിലായിരുന്നു നമ്മൾ കേട്ടു. അല്ലാതെ ആരെങ്കിലും ഒരു പറഞ്ഞ കമന്റ്സ്, ഇപ്പൊ പ്രതിപക്ഷത്തു നിന്നാണെങ്കിൽ പറഞ്ഞ കമന്റ്സുകൾ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്നേഹത്തോടെ പലരും പറയും. രാഷ്ട്രീയമൊക്കെ മറന്ന് സഹായിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളോട് ചോദിച്ചാൽ എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കാൻ ഈ പത്തനാപുരത്ത് തന്നെ നിങ്ങൾക്ക് ഇറങ്ങി അന്വേഷിക്കാം. പറഞ്ഞ ഒരു കാര്യവും ചെയ്തു കൊടുക്കാതിരുന്നിട്ടില്ല. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്നേ ദിവസം 25 വർഷമായി ഇത് ഞാൻ ചെയ്തു തരാം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തു. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ. അല്ലാത്ത കാര്യം ഞാൻ നടക്കാത്ത കാര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ നടക്കും എന്ന് പറഞ്ഞ ഒരു കാര്യം പോലും എന്റെ മറവി കൊണ്ടോ അങ്ങനെ ഒന്നും പോകില്ല, മിസ്സായി പോയിട്ടില്ല. പറഞ്ഞതിനപ്പുറം ചെയ്തു കൊടുക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. വാക്ക് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതിനപ്പുറം ചെയ്യുന്ന പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കും. ഓരോ ഉദ്ഘാടനങ്ങളും ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകൾക്ക് അപ്പുറമാണ് ഇതൊക്കെ. നമ്മളൊരു 2 നിലയിൽ കെട്ടിടം പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. 3 നിലയിൽ ഇത്രയും വലിയ കെട്ടിടം പണിയാൻ പറ്റി. അപ്പൊ അതൊക്കെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന, അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിൽ പത്രങ്ങളിൽ വന്നൊരു പരസ്യം ഉണ്ടായിരുന്നു, സർക്കാരിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമായ ഒന്ന് അടച്ചുപൂട്ടാൻ KSRTC നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. അതിനുശേഷം നമ്മുടെ ലാഭത്തിലേക്ക് വന്നത് അതായിരുന്നു മെയിൻ ഹെഡിംഗ് ആയി മാറിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് എത്തിക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്?
അത് തികച്ചും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം നടത്തിയുകൊണ്ടാണ്. ഒരു സ്വന്തം കാര്യം പോലെ ഒരു ബിസിനസ്സായി അതിനെ കണ്ടുകൊണ്ട് നമ്മളതിനെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ പരമാവധി ശ്രമിച്ചു. ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ മറുപടി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. ശ്രമിച്ചു, അത് ഒരു പരിധിവരെ ഫലിച്ചു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. കാരണം ഇതൊരു ഉപകാരമുള്ള സർവീസായി മാറി. ഇഷ്ടംപോലെ ബസ്സുകൾ ഇന്ന് റോഡിൽ കാണാം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് അല്ലെങ്കിൽ കോട്ടയത്തിന് പുറപ്പെട്ടാൽ ധാരാളം ബസ്സുകൾ നിറച്ച ആളുമായിട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. മറ്റേതൊരു ബസ് പോയി കുറേ നേരം കഴിയുമ്പോൾ അടുത്ത ബസ് വരും. ഇപ്പം അങ്ങനെയല്ല, നിരന്തരമായ ബസ്സുകൾ. ഇപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം കല്ലിടിയിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ചെങ്ങന്നൂരും ഇത് തന്നെ സംഭവിച്ചു. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്യൂ പോലെ പോവുകയാണ് ഇങ്ങനെ. അത്രയ്ക്ക് ജനങ്ങളുമുണ്ട്, കാലിയായിട്ടല്ല പോകുന്നത്. ഇതെല്ലാം ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂറോളം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ വണ്ടികൾ ഇങ്ങനെ നിരന്തരമായി പോകുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. ചെങ്ങന്നൂർ കല്ലിടാൻ പോയപ്പോഴും ഇതുപോലെ തന്നെ 1.5 മണിക്കൂർ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അത് നിറഞ്ഞാണ് പോകുന്നത്, കാലി അടിച്ച് പോകുന്നില്ല എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. പരമാവധി ആളുകളെ കയറ്റാൻ ജീവനക്കാർ ശ്രമിക്കുന്നു. നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്, അതുപോലെ ഇപ്പൊ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടാവുമ്പോൾ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇല്ല, അത് നടക്കത്തില്ല. ഇപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്നലെ തന്നെ ഏഷ്യാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലേക്ക് പോയി, അവർ കുഴപ്പത്തിലാണ് എന്ന് ഗവൺമെൻറ്റിനെ അറിയിച്ചു. കാരണം വനിതകൾക്ക് ഫ്രീ കൊടുത്താണ്. അത് ഫ്രീ അങ്ങനെ നമ്മൾ എല്ലാം ജീവിതത്തിലെല്ലാം ഫ്രീ ആയി കിട്ടുന്ന കാലം കഴിഞ്ഞു. റേഷൻ പോലും ഇല്ല. മണ്ണെണ്ണ എന്ന സാധനം റേഷൻ കടയിൽ കാണാറുണ്ടോ? അങ്ങനെയായി. ഗോതമ്പ് കിട്ടുമായിരുന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും പൂർണ്ണ സൗജന്യം പറ്റുന്ന ഒരു സാഹചര്യം അല്ല KSRTC. ഇപ്പം തന്നെ സൗജന്യം ഇത്രയും കൊടുത്തിട്ട് തന്നെ KSRTC ഒരു മാസം സർക്കാർ കൊടുക്കുന്ന 50 കോടി രൂപയാണ്. അതുകൂടാതെ പെൻഷൻകാരെ മുഴുവൻ പൈസയും സർക്കാരാണ് കൊടുക്കുന്നത്. LDF സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 5 കൊല്ലം ബാലഗോപാൽ ധനകാര്യമന്ത്രി ആയതിനു ശേഷം 50 കോടി രൂപ വെച്ച് ഒരു മാസം കൊടുക്കുന്നു. ശമ്പളം കൊടുക്കുന്ന അതിൽ നിന്നാണ്, ബാക്കി ലോണാണ്. അതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ സൗജന്യം തൽക്കാലം അങ്ങനെ സൗജന്യങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാകത്തില്ല. എന്നാലും ക്യാൻസർ പേഷ്യൻസിന് നമ്മളൊരു സൗജന്യം നൽകി. കുഞ്ഞുങ്ങളുടെ കൺസെഷനിൽ ഒരു കുറവ് വരുത്തിയില്ല. കുഞ്ഞുങ്ങൾക്ക് 5 ദിവസം കൊടുത്തിരുന്നത് 6 ദിവസമാക്കി കൊടുത്തു കൺസെഷൻ. മാസത്തിൽ 5 ദിവസമേ ഉള്ളൂ കൺസെഷൻ ഇല്ലാത്ത. അത് എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. ആ ദിവസം തന്നെ ഉപയോഗിക്കണമെന്നില്ല. 2 പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ ഒരു ചാൻസ് പോകും. അത്രയും. അപ്പം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. സൗജന്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബ സ്വത്തല്ലല്ലോ അങ്ങനെ കയറി സൗജന്യം പ്രഖ്യാപിക്കാൻ. ഇത് പൊതു മുതലല്ലേ, ഇത് ഓരോ നികുതിദായകന്റെയും പൈസയല്ലേ. അതിൽ ഗണേഷ് കുമാർ ഒരു സൗജന്യം പ്രഖ്യാപിച്ചാൽ അത് ശരിയല്ല. അതുപോലെ ചിലയിടങ്ങളിലൊക്കെ സാറായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുള്ള ബോർഡുകളും ചില പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ജനങ്ങൾക്കൊരു സംശയമില്ലാത്തതുകൊണ്ടായിരിക്കും. അതുപോലെ ഇപ്പോ ജയശങ്കർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് രാഷ്ട്രീയത്തില് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു പ്രചാരണം എനിക്കെതിരെ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സെയിം അവസ്ഥയിലാണ് വിജയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശരിയാണ്, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഗോസിപ്പ് പോലും വന്നില്ല. അന്ന് ഗോസിപ്പ് വരുന്നുണ്ടോ എന്ന് സിനിമാ മാസികളെടുത്ത് നോക്കുമായിരുന്നു, അവർ പോലും മൈൻഡ് ചെയ്തില്ല. ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഉള്ളതും ഇല്ലാത്തതും എല്ലാം കേട്ട് അങ്ങ് മരവിച്ചു പോയി കേട്ടോ. ഇപ്പം മരവിച്ചു, ഇപ്പം മനസ്സിനൊന്നും തോന്നത്തില്ല. ആദ്യമൊക്കെ വിഷമം തോന്നുന്നത്, ഒന്നും ഒരു കുഴപ്പമില്ല, ഒന്നും തോന്നാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഈ വില്ലൻ വേഷങ്ങൾ പോലും രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരാളായിരുന്നു എന്നുള്ളത്. ഇപ്പൊ വില്ലന്മാർക്ക് പോലും കൈയ്യടി കിട്ടുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും ഒരു വില്ലൻ വേഷത്തിലേക്ക് തിരിച്ചു വരും. എനിക്ക് വില്ലൻ വേഷം അഭിനയിക്കാനാണ് നല്ലത്. കാരണം എന്താ പറയുക, ഒരു നാട് സിനിമയിൽ നായകൻ കഴിഞ്ഞാൽ ഏറ്റവും പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്ന വില്ലന് തന്നെയാണ്, നായികയ്ക്കല്ല. ഇപ്പം നമ്മൾ തുടരും എന്ന സിനിമ എടുക്കുക, അതിൽ മോഹൻലാൽ എന്ന മഹാനടനോടൊപ്പം നിൽക്കാൻ അതിലെ വില്ലന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജോർജ് സാറിനെ ആരും മറക്കത്തില്ല. അപ്പോൾ വില്ലനാണ് അഭിനയിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് നായകൻ കഴിഞ്ഞാൽ. കുറെ നടന്മാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഫഹദ് ഫാസിലൊക്കെ തെലുങ്കിൽ പോയിട്ട് വില്ലനായിട്ടല്ലേ അഭിനയിച്ചു, ഭയങ്കര പെർഫോമൻസ് അല്ലേ. പല നടന്മാരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. താങ്കൾക്ക് ഏതെങ്കിലും ഒരു നടൻ അതുപോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ശോഭിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഓരോരുത്തരും വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല ആരെയും കുറിച്ച്. അത് അവര് നിൽക്കട്ടെ, നിൽക്കുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവർ വന്നതിന് ശേഷം അവരെ കഴിവ് തെളിയിക്കട്ടെ എന്നാണ്. മറ്റൊന്ന്, ഈ വാഹനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാഹനത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? ഞാൻ സാധാരണ മാരുതി കാർ ഓടിക്കുന്നത് ഏറ്റവും നല്ലത്. കോളീസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. ഞാൻ വാങ്ങിച്ച വണ്ടികളിൽ ഏറ്റവും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കോളീസാണ് എൻ്റെ. വണ്ടികളെല്ലാം കൊള്ളാം. പുതിയ വണ്ടികളൊക്കെ വളരെ മാറിപ്പോയി. നമ്മളെ എല്ലാം അതിൻ്റെ ഇൻ്റർനാഷണൽ ടെക്നോളജി ഉപയോഗിച്ചാണല്ലോ എല്ലാ വണ്ടികളും വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് ഓടിക്കുമ്പോൾ ഒരു സുഖം, സേഫ്റ്റി, ഇത്രയേ ഉള്ളൂ.